ഹലോ എവരി വൺ. അപ്പോൾ നമ്മൾ CUET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫിസിക്സിൽ നമുക്ക് ഏതൊക്കെ പോർഷൻസ് കവർ ചെയ്യണം അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഐഡിയ ആണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിസിക്സിൽ CUET 2025 ഉള്ള ടോപ്പിക്സ് ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വേഗം തന്നെ നോക്കാം. നമുക്കറിയാം ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ. ഏതായിരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഉണ്ട്, അതിൽ പൊട്ടൻഷ്യൽ കപ്പാസിറ്റൻസ് ഉണ്ട്, അതേപോലെ തന്നെ ചാർജസ് ആൻഡ് ഫീൽഡ് ഉണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ട്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, എന്താണ് EMI ഉണ്ട്, AC ഉണ്ട്, റേ ഓപ്റ്റിക്സ് ഉണ്ട്, വേവ് ഓപ്റ്റിക്സ് ഉണ്ട്, പിന്നെന്താണ് ആറ്റംസ്, ന്യൂക്ലിയസ്, ഡ്യുവൽ നേച്ചർ, പിന്നെ എന്താ സെമി കണ്ടക്ടേഴ്സ്. ഇത്രയും ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സിലൊക്കെ നമുക്ക് വേണ്ട പോർഷൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണം. നോക്കിക്കോടാ. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന യൂണിറ്റിൽ നമുക്ക് എന്തൊക്കെയുള്ളത് നോക്കാം. അത് നോക്കിക്കോ. ചാർജസ് കൺസർവേഷൻ, ചാർജ് എന്താണെന്നും അതേപോലെ തന്നെ ചാർജിൻ്റെ കൺസർവേഷനെ പറ്റി പഠിക്കാണ്ട്, അതേപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ പോയിന്റ് ചാർജ്, അതേപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജസ് പഠിക്കാനുണ്ടാവും. ഓക്കെ, ഫോഴ്സ് ബിറ്റ്വീൻ പോയിന്റ് ചാർജ്, ഫോഴ്സ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ചാർജ്, ഇതിനങ്ങനെയാണ് സൂപ്പർ പൊസിഷൻ എന്നൊക്കെ പറയുക അല്ലേ. ആ സാധനങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാനുണ്ടാവും. പിന്നെ നോക്കിക്കോടാ, ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ, ടോർക്ക് ആക്ടിങ് ഓൺ എ ഡൈപോൾ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോർഷനിലുള്ളതാണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗോസസ് തിയറം, ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു ഫൈൻഡ് ഫീൽഡ് ഡ്യൂ ടു ഇൻഫിനിറ്റ് സ്ട്രെയിറ്റ് വയർ, അതേപോലെ തന്നെ എന്താണ് ചാർജ് ഇൻഫിനിറ്റ് പ്ലെയിൻ ഷീറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി നോക്കുക. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്, അതേപോലെ തന്നെ ഡൈപോൾ ആൻഡ് സിസ്റ്റം ഓഫ് ചാർജസ്, ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ്, അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഓഫ് സിസ്റ്റം ഓഫ് 2 പോയിന്റ് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഡൈപോൾസ് ഇൻ ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഈ പോർഷൻസ് ഒക്കെ എന്താണ് നമുക്ക് ഈ എക്സാമിന് ചോദിക്കുന്നതന്നെയാണ്. ഓക്കെ, ഇനി കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, അതേപോലെ തന്നെ ഫ്രീ ചാർജ്, ബൗണ്ട് ചാർജസ് ഇൻസൈഡ് കണ്ടക്ടർ, ഡൈഇലക്ട്രിക് എന്താണ്, അതേപോലെ തന്നെ ഇലക്ട്രിക് പോളറൈസേഷൻ, കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റൻസ്, അതേപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, ഇതൊക്കെ നമ്മളെ ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പോർഷനിൽ വരുന്നതാണ്. ആ ഒരു കോമ്പിനേഷൻസ് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൈഇലക്ട്രിക് മീഡിയം എന്താണ്, രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഡൈഇലക്ട്രിക് മീഡിയം വരുമ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെ മാറുന്നു, ആ ഒരു സംഭവങ്ങളൊക്കെ എന്താണ് നമ്മളെ പോർഷനിൽ വരുന്നിട്ടുണ്ട്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അടുത്ത ചാപ്റ്റർ ആയുള്ള അല്ലെങ്കിൽ അടുത്ത യൂണിറ്റിലായുള്ള കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് കിടക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഇലക്ട്രിക് കറണ്ട് എന്താണെന്നും അതേപോലെ തന്നെ ഒരു മെറ്റാലിക് കണ്ടക്ടറിൽ എങ്ങനെ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്നു, അതെങ്ങനെ വേരി ചെയ്യുന്നു, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ, മൊബിലിറ്റി എന്താണ്, അതേപോലെ തന്നെ ഓംസ് ലോ, ഓക്കെ, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, VI ക്യാരക്ടറിസ്റ്റിക്സ്, അത് ലീനിയർ നോൺ ലീനിയർ ഒക്കെ വരുന്നുണ്ട് അല്ലേ, ഗ്രാഫ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇലക്ട്രിക്കൽ എനർജി, പവർ, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആൻഡ് കണ്ടക്ടിവിറ്റി, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റൻസ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് സെൽ, പൊട്ടൻഷ്യൽ ഡിഫറൻസും അതേപോലെ തന്നെ EMF ഓഫ് സെല്ലും നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ കോമ്പിനേഷൻസ് ഓഫ് സെൽ ഇൻ സീരീസ് ആൻഡ് പാരലൽ, അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ കിർച്ചോഫ്സ് ലോയിൽ അവിടെ വരുന്നുണ്ട്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കിക്കോടാ, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് കറണ്ട്, അതായത് മൂവിങ് ചാർജസ്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, അതൊക്കെ വരുന്ന ഭാഗമാണ്. അതിൻ്റെ അകത്ത് ഇത്രയും പോർഷൻ നമുക്കുള്ള നോക്കിക്കോ. കോൺസെപ്റ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ഈസ്റ്റേർഡ്സ് എക്സ്പെരിമെന്റ്, അത് പഠിക്കാനുണ്ട്. ബയോട്ട് സവാർട്ട്സ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ ടു കറണ്ട് ക്യാരിങ് സർക്കുലർ ലൂപ്പ്, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആംബിയർ സർക്യൂട്ടൽ ലോ ഉണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കണം. പിന്നെ അതേപോലെ തന്നെ ഫോഴ്സ് ഓൺ മൂവിങ് ചാർജ് ഇൻ യൂണിഫോം മാഗ്നറ്റിക് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ്സ് പഠിക്കാനുണ്ട്. ഓക്കെ, പിന്നെ ഫോഴ്സ് ഓൺ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, നമ്മൾ അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് വരുന്നത് എക്സാമിൽ. അതേപോലെ തന്നെ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ടോർക്ക് എക്സ്പീരിയൻസ് ബൈ കറണ്ട് ക്യാരിങ് ലൂപ്പ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്, അതേപോലെ തന്നെ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, കറണ്ട് സെൻസിറ്റിവിറ്റി, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് കൺവേർഷൻ ഓഫ് വോൾട്ട് മീറ്റർ ടു എമ്മീറ്റർ, വോൾട്ട് മീറ്റർ ടു ഗാൽവനോമീറ്റർ, അതും നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ പോർഷനിൽ വരുന്നത്. ഓക്കെ, ഇനി അത് അടുത്ത് നോക്കിക്കോടാ. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് AC അല്ലെ, EMIയും ACയും, അതിൻ്റെ അകത്ത് ഇത്രയും ടോപ്പിക്സ് ആണ് വരുന്നത്. നോക്കിക്കോ. EMI ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഫാരഡേസ് ലോ എന്താണ്, ഇൻഡ്യൂസ്ഡ് EMF കറണ്ട്, അതേപോലെ ലെൻസസ് ലോ, എഡ്ഡി കറണ്ട്, സെൽഫ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും, അത്രയും പോർഷൻ നല്ല വെയിറ്റേജ് ഉള്ള പോർഷൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, പീക്ക് ആൻഡ് RMS വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, അതേപോലെ തന്നെ റിയാക്റ്റൻസ് ആൻഡ് ഇംപീഡൻസ്, അതെന്താണെന്ന് നല്ലോണം അറിഞ്ഞിരിക്കണം. പിന്നെ LC ഓസിലേഷൻ ഉണ്ട്, LCR സീരീസ് സർക്യൂട്ട്സ് ഉണ്ട് അല്ലേ. പിന്നെ റെസണൻസ് ഉണ്ട്, പവർ ഇൻ AC സർക്യൂട്ട്, വാട്ട്ലെസ് കറണ്ട്, അതേപോലെ തന്നെ AC ജനറേറ്ററും ട്രാൻസ്ഫോമറും, ഇത്രയുമാണ് എന്താ ഈ പോർഷനിൽ വരുന്നത്. ഓക്കെ, ഇനി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ചെറിയൊരു ചാപ്റ്റർ ആണല്ലേ. EM വേവ്സിലുള്ള ഇത്ര ടോപ്പിക്സ് ആണ് വരുന്നത്. നോക്കിക്കോ. നീഡ് ഫോർ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഓക്കെ, അതേപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആൻഡ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ട്രാൻസ്വേഴ്സ് നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നമ്മൾ പഠിക്കണം, അതായത് റേഡിയോ, മൈക്രോ, അതായത് നമുക്കറിയില്ലേ RX, UV, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോ, റേഡിയോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഓർഡർ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ്. അതിൽ നമുക്ക് വേവ് ലെങ്ത് ഏതിനാ കൂടുതൽ, ഫ്രീക്വൻസി ഏതിനാ കൂടുതൽ, ആ ഒരു ഐഡിയ നമുക്ക് വേണം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് വരുന്നതാണ് ഇത് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സിൽ നമുക്ക് ഇതാ റേ ഒപ്റ്റിക്സും വേവ് ഒപ്റ്റിക്സും കൂടെ വരുന്നതാണ്. ടോട്ടൽ ടോപ്പിക്സ് ആണ് അവിടെ തന്നിട്ടുള്ളത്. അതിൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്, സ്ഫെറിക്കൽ മിറേഴ്സ്,
സ്ഫെറിക്കൽ മിറേഴ്സിലുള്ള, പിന്നെ അതേപോലെ തന്നെ മിറർ ഫോമിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഉണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്, റിഫ്ലാക്ഷൻ അറ്റ് സ്ഫെറിക്കൽ ലെൻസസ്, തിൻ ലെൻസ് ഫോർമുല, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് ലെൻസ്, കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസ് ഇൻ കോൺടാക്ട്, കോമ്പിനേഷൻ ഓഫ് എ ലെൻസ് ആൻഡ് മിറർ അല്ലേ, ലെൻസിൻ്റെയും മിററിൻ്റെയും കോമ്പിനേഷൻ വരാം. പിന്നെ അതേപോലെ തന്നെ റിഫ്രാക്ഷൻ ആൻഡ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് ത്രൂ പ്രിസം. ഇത്രയും ഭാഗങ്ങൾ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റേജ് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ സ്കാറ്ററിങ് ഓഫ് ലൈറ്റ് നമുക്കറിയാം, ബ്ലൂ കളർ ഓഫ് ദ സ്കൈ, അതേപോലെ തന്നെ എന്താ റെഡിഷ് അപ്പിയറൻസ് ഓഫ് സ്കൈ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ ചോദിക്കാം. ഓക്കെ, പിന്നെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതിൽ മൈക്രോസ്കോപ്പും അതേപോലെ തന്നെ ടെലസ്കോപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേവ് ഒപ്റ്റിക്സിൽ വരുന്ന അവിടെ വേവ് ഫ്രണ്ടും ഹൈജൻസ് പ്രിൻസിപ്പിളും. ഓക്കെ, പിന്നെന്താ അതേപോലെ തന്നെ എന്താ ലോസ് ഓഫ് റിഫ്രാക്ഷൻ യൂസിങ് ഹൈജൻസ് പ്രിൻസിപ്പിൾ, അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇന്റർഫറൻസ് ഉണ്ട്, യങ്സ് ഡബിൾ ഹോൾ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ എക്സ്പ്രഷൻ ഓഫ് ഫ്രിഞ്ച് വിത്ത് കൊഹറൻറ്റ് സോഴ്സസ് ആൻഡ് സസ്റ്റെയിൻഡ് ഇന്റർഫറൻസ് ഓഫ് ലൈറ്റ്, അതുണ്ട് കേട്ടോ. പിന്നെ ഡിഫ്രാക്ഷൻ ഡ്യൂ ടു സിംഗിൾ സ്ലിറ്റ് ഉണ്ട്, പോളറൈസേഷൻ, അതേപോലെ തന്നെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്, അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ചെറിയൊരു ചാപ്റ്റർ അല്ലേ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഉണ്ട്, അതേപോലെ തന്നെ ഹേർട്സ് ആൻഡ് ലെനാർഡ്സ് ഒബ്സർവേഷൻസ് അതുണ്ട്, ഐൻസ്റ്റീൻസ് ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ, അതേപോലെ തന്നെ എന്താ ഈ ഫോട്ടോ ഇലക്ട്രിക് പാർട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, ഫോട്ടോ ഇലക്ട്രിക് പാർട്ട് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ മാറ്റർ വേവ്സ് വരുന്നുണ്ട്, ഡി ബ്രോഗ്ലീസ് റിലേഷൻ, അതേപോലെ തന്നെ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണെന്നും നിങ്ങൾ ഈ പാഠത്തിൽ അറിഞ്ഞിരിക്കണം. നീ നോക്കുകയാണെങ്കിൽ നോക്കടാ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് അല്ലേ, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസ് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, റൂദർഫോർഡ്സ് എക്സ്പെരിമെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ റൂദർഫോർഡിന്റെ മോഡൽ നിങ്ങൾ പഠിച്ചിരിക്കണം, ബോർ മോഡൽ ഉണ്ട്, എനർജി ലെവൽസ് ഉണ്ട്, ഹൈഡ്രജൻ സ്പെക്ട്രം ഉണ്ട്. ഓക്കെ, കമ്പോസിഷൻ ആൻഡ് സൈസ് ഓഫ് ന്യൂക്ലിയസ്, അറ്റോമിക് മാസസ്, ഐസോടോപ്പ്, ഐസോബാർസ്, ഐസോട്ടോൺസ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി അല്ലേ, ന്യൂക്ലിയസിന്റെ പാർട്ടിൽ വരുന്നതാണ് റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, അതിൽ നമുക്ക് ആൽഫ ബീറ്റ ഗാമ എമിഷൻസ് ഒക്കെ ഉണ്ടാവും, അതിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, മാസ് എനർജി റിലേഷൻ ഉണ്ടാവും, മാസ് ഡിഫക്റ്റ് ഉണ്ടാവും, ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ, ഒരു ഗ്രാഫ് ഒക്കെ ഓർമ്മയില്ലേ, ഏറ്റവും കൂടുതൽ അയൺ 56 എഫിക് ആണെന്നൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, ആ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ആൻഡ് ഇറ്റ്സ് വേരിയേഷൻ വിത്ത് മാസ് നമ്പർ, ബൈൻഡിങ് എനർജി എങ്ങനെ മാസ് നമ്പറുമായിട്ട് വേരി ചെയ്യുന്നു എന്നുള്ള ഗ്രാഫ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ, ഇത്രയും പോർഷനാണ് നമ്മളെ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയസിൽ വരുന്നത്. ഇനി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിൽ വരുന്നത് ഏതൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ എനർജി ബാൻഡ് ഇൻ സോളിഡ്സ് ഉണ്ട്, കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, ആ ഭാഗം നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ട്. ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം അത് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താ ഡയോഡ്സ് ഉണ്ട് അല്ലേ, IV ക്യാരക്ടറിസ്റ്റിക് ഇൻ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് ബയാസ് ഉണ്ടാവും, അതേപോലെ തന്നെ റെക്ടിഫയറും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മളെ പോർഷൻസ് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട പോർഷൻസ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് റിമൂവ്ഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ റിമൂവ്ഡ് യൂണിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ വാൻ ഡി ഗ്രാഫ് ജനറേറ്ററിൽ, അതേപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇത്രയും പോർഷൻസ് എന്താണ് റിമൂവ്ഡ് ആണ്. പിന്നെ മാഗ്നറ്റിക് എഫക്ട്സിൽ ഇതാ സൈക്ലോട്രോൺ, അതേപോലെ തന്നെ സൈക്ലോട്രോണിൽ നമ്മൾ RC mv/qb എന്നൊക്കെ പഠിക്കുന്നില്ല, ആ ഭാഗമൊക്കെ ഡിലീറ്റഡ് ആണ്. അതേപോലെ തന്നെ എന്താ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ, എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് എലമെന്റ്സ്, അതായത് എർത്ത് മാഗ്നറ്റിസം എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഡിലീറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റ്സ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സ്ട്രെങ്ത്, പെർമനന്റ് മാഗ്നറ്റ്സ്, ഇതൊക്കെ റിമൂവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ റിമൂവ്ഡ് യൂണിറ്റ്സ് ഒക്കെ നിങ്ങൾ എന്താണ് പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇനി എന്ത് ചെയ്യാം, ഇത്രയും പറഞ്ഞുള്ള പോർഷൻസ് ഇല്ല, ആ പോർഷൻസൊക്കെ നല്ല വെയിറ്റേജ് കൊടുത്ത് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ CUET റിസൾട്ടാണ് ഈ സ്ലൈഡിലുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഡ്രീം കോളേജുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഡ്രീം കോളേജിലൊക്കെ എത്തിക്കണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്കോർ വേണം. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് നല്ല രീതിക്ക് പഠിക്കുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ എന്താണ് കറക്റ്റ് ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് പഠിച്ചാലേ നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോളേജൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാടാ, മാക്സിമം എല്ലാവരും നമ്മളെ ബാച്ചിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ CUET ബാച്ച് ആണ് ഇതാടാ, നോക്കിക്കോ, അഗ്നി സൂപ്പർ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, മാർച്ച് 25-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എക്സൈറ്റിംഗ് ആയുള്ള ഏർലി ബേർഡ് ഓഫേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം എന്താടാ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ എന്താടാ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വളരെ നല്ലൊരു സ്കോർ തന്നെ കിട്ടട്ടെ, നിങ്ങൾ വിചാരിക്കുന്ന ഒരു കോളേജ് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്മിഷൻ കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.